തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കണ്ണൂരിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. മരിച്ച കോയമ്പത്തൂർ സ്വദേശി അരുണിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, തൃശൂരിൽ നടന്ന കൊലപാതകം, അതിൽ 5 പേർ കസ്റ്റഡിയിലാവുകയാണല്ലോ. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ മനോജ്? വിനോദ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്താണ് ഈ രാത്രി 11:30 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അത് തന്നെ കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചതാവാം, അല്ലെങ്കിൽ ആംബുലൻസിൽ കയറ്റി വിട്ടതാകാമെന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ്. ഈ കാറിൽ വന്ന 4 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഈ ആംബുലൻസ് വിളിച്ചു വരുത്തി ഈ അരുൺ എന്ന് പറയുന്ന യുവാവിനെ ആശുപത്രിയിലേക്ക് അയച്ചത്. ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും ഈ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അരുൺ മരിക്കുകയായിരുന്നു. പിന്നീട് ഈ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് പിന്നാലെ എത്താമെന്ന് പറഞ്ഞാണ് ഈ സംഘം കടന്നു കളഞ്ഞത്. തുടർന്ന് കയ്പമംഗലം പോലീസ് അവിടെ അന്വേഷണം നടത്തി കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ സാമ്പത്തികമായി ഒരു തർക്കം നിലനിന്നിരുന്നു എന്നുള്ള കാര്യം. അതായത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് യുവാവിനെ മർദ്ദിച്ചു കൊന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി. 4 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു. ഇതിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ പ്രതികൾ പിടിയിലായിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമാണ്. ഈ പ്രതികളെ കയ്പമംഗലത്തേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ മരിച്ച കോയമ്പത്തൂർ സ്വദേശി അരുണിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സാമ്പത്തികമായി ഉള്ള, അതായത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. കോയമ്പത്തൂർ സ്വദേശിയാണ് മരിച്ച അരുൺ. വിനോദ്, തീർച്ചയായും സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിലാവുകയാണ്. കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.